മിസ് പറഞ്ഞിട്ടില്ലേ പ്രയർ എല്ലാരും എത്തിക്കാന്. ഗുഡ് മോർണിംഗ് മിസ്. Good morning. Yeah, morning. Start ചെയ്തോട്ടോ. Prayer തകർത്തിരെ inside. മാം പ്രയർ സ്റ്റാർട്ട് ചെയ്യുവാണേ. ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. ഞാനിപ്പോ വരാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay. Good morning, teacher, and good morning, all my dear friends. Thank you for this new day. Bless my teachers, friends, and family. Help me to learn with joy and curiosity. Give me the strength to do what is right. Let kindness guide my words and actions. Forgive my mistakes and help me grow. Keep everyone safe and happy. Fill our hearts with peace and love. May we spread light wherever we go. Thank you. Good morning, everyone. Today's thought of the day: the future belongs to those who believe in the beauty of their dreams, which means when you believe in your vision and work hard towards it, you shape your own future. Thank you. Okay. Good morning to everyone. വിജയത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന അശ്വതി മാമിനും ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ പോലെ പോരാടുന്ന എന്റെ പ്രിയ കൂട്ടുകാരെയും വെൽക്കം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ സൈൻ ഇൻ ചെയ്യുന്നു. താങ്ക് യു. Okay. Yeah. So, good morning to all once again. Good morning, ma'am. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Yes, ma'am. എന്താണ് ഒരു ഉഷാറല്ല എല്ലാവർക്കും? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും? Okay ആണ് മാം. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്തേന്ന് പറഞ്ഞേ? ഇതൊക്കെയാ എടുത്തേ കഴിഞ്ഞ ക്ലാസ്സിൽ? പ്രോണോൺസിനെ കുറിച്ച് പഠിച്ചു. അതില് 9 ടൈപ്സ് ഓഫ് പ്രോണോൺസ് ഉണ്ടെന്ന് പഠിച്ചു. അതില് നമ്മള് പ്രോണോൺസിന്റെ എംപത്തറ്റിക് പ്രോണോൺസിന്റെയാണ് രണ്ടാമത് മുതൽ എടുത്തത്. പിന്നെ റിഫ്ലെക്സീവ് എടുത്തു, ഇൻഡെഫിനിറ്റീവ് പ്രോണോൺസ് എടുത്തു, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോൺസ് എടുത്തു, ഡെമോൺസ്ട്രേറ്റീവ്, പിന്നെ റെസിപ്രോക്കൽ എടുത്തു, ഇൻട്രോഗേറ്റീവ് പ്രോണോൺസ് എടുത്തു. ഇനി മാം എടുക്കാനുള്ളത് റിലേറ്റീവ് പ്രോണോൺസ് ആണ്. ബാക്കിയെല്ലാം പഠിച്ചു. അതിന്റെ കീവേഡ്സുകൾ പഠിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റിലേറ്റീവ് പ്രോണോൺ ഒഴുകി ബാക്കിയെല്ലാം എടുത്തു. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിനുശേഷം ക്ലാസ്സിലേക്ക് പോകും. എല്ലാവരോടും കൂടി ഒരു ചോദ്യമാണ് കേട്ടോ. എല്ലാവരുടെ ഒപ്പീനിയൻ എനിക്ക് അറിയണം. എല്ലാവരും പറയുകയും വേണം. ഒറ്റവാക്കിൽ ഒതുക്കാൻ പാടില്ല. എന്തും പറയാം. നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും ഒക്കെ പറയണം. ഓക്കെ ഓക്കെ ആണല്ലോ? പറയണം, എന്താണെങ്കിലും പറയണം. എന്റെ ക്ലാസ് എങ്ങനെയുണ്ട്? ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ അല്ലയോ? എസ് ഓർ നോ അല്ല എനിക്ക് വേണ്ടത്. സജഷൻസ് ആണെങ്കിലും ഒപ്പീനിയൻ എന്താണെങ്കിലും നെഗറ്റീവ്സ് ഓർ പോസിറ്റീവ്സ് യു ക്യാൻ സേ എനിത്തിങ്. ഓക്കെ, പറഞ്ഞേ പറ്റൂ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ സൂപ്പർ ആയിട്ട്. നമുക്ക് ഇംഗ്ലീഷ് അറിയാത്ത പ്രശ്നമുള്ളൂ. കൊറേയെല്ലാം പഠിച്ച് ഇപ്പൊ സംസാരിക്കുമ്പോ ഇങ്ങനെ എന്തൊക്കെയാന്നുള്ളതെല്ലാം കുറച്ചെല്ലാം പഠിച്ച് മനസ്സിലായി വരുന്നു. ക്ലാസ് ഒക്കെ ഓക്കെയാണ്. ചെറിയൊരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കാം. ശരിയാവും. ക്ലാസ് ഒക്കെ ഓക്കെയാണ്. എനിക്കും മാമിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ കയ്യിലെ ഒരു പ്രശ്നം എന്താ പറഞ്ഞ വെച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. മനസ്സിലാക്കി വെക്കും, അത്രേ ഉള്ളൂ. അത് എന്താന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റും. പെട്ടെന്ന് പറയുമ്പോ എന്നാ എഴുതാൻ കിട്ടും. പെട്ടെന്ന് പറയാൻ പറയുമ്പോ ചിലപ്പോ ഒരു കൺഫ്യൂഷൻ വരും. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബെസ്റ്റ് ക്ലാസ്. ക്ലാസ് അടിപൊളിയാണ്. നമ്മള് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയില്ല ഇങ്ങനെ ഓരോന്നിനും ഓരോ പേരുണ്ടെന്ന്. അതൊക്കെ ഇപ്പോഴാണ് പഠിച്ചത്. ഇങ്ങനെ പ്രോനൗൺ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി.
മാം ക്ലാസ് സൂപ്പറാണ്. പറഞ്ഞോളൂ, ആരാ പറയണ്ടേ? മാം ക്ലാസ് നന്നായിട്ടുണ്ട്. പിന്നെ ഒരു സജഷൻ തോന്നിയിട്ടുള്ളത് ഓരോരുത്തർ പ്രസന്റ് ചെയ്യാൻ പറയുമല്ലോ. അപ്പോൾ അത് ഓരോ പോർഷൻ ആയിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഒരുപാടുള്ളപ്പം എല്ലാവർക്കും അത്രയും സമയം മ്യൂട്ട് ചെയ്ത് അല്ല മ്യൂട്ട് ഓൺ ആക്കി ഇടാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം കുറച്ച് പേരൊക്കെ മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. മാം ക്ലാസ് ഒക്കെ ഓക്കെയാണ്, അടിപൊളിയാണ്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സജഷൻ, കുറച്ച് എക്സസൈസ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരുന്നേനെ. അപ്പൊ നമുക്ക് ബൈ ഹാർട്ട് ആവുന്നതിനേക്കാളും കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. ബാക്കി ക്ലാസ് എല്ലാം ഓക്കെയാണ്, എനിക്ക് ഇഷ്ടമാണ്, പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. താങ്ക് യു. മാമിന്റെ ക്ലാസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആദ്യം പഠിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അപ്പൊ കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ട്. മനസ്സ് കുറച്ചും കൂടി സ്ലോ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലാസ് അടിപൊളിയാണ്. ഇപ്പം എല്ലാത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത്. ആദ്യമൊക്കെ ഇത് ഇങ്ങനെ ഉണ്ട് എന്നെല്ലാം അറിയാമെങ്കിലും ഇത് ഇത്രപാട് പ്രോണൗൺസ് ഉണ്ട് എന്നെല്ലാം അറിഞ്ഞത് ഇപ്പാണ്. താങ്ക് യു. മാം ഞാൻ ഫാത്തിമ. ക്ലാസ് ഒക്കെ സൂപ്പറാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റുഡൻസും ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാതായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ വീണ്ടും ഓരോരുത്തർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അതെല്ലാം മനസ്സിലാവുന്നുണ്ട് കൂടുതൽ. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എല്ലാം പഠിക്കാം. പിന്നെ ജസ്റ്റ് നോട്ട് ഒന്ന് ആക്കി അങ്ങനെ. ഓക്കെ, സൂപ്പറാണ്, ടോട്ടൽ അടിപൊളിയാണ്. പിന്നൊരു കാര്യം എന്താ വെച്ചാൽ മാമിന്റെ ക്ലാസ്സിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ സ്റ്റുഡൻസിനെ കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ആയിട്ട് പറയിപ്പിക്കാനായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. വേറെ ആരുടെ ക്ലാസ്സിൽ അങ്ങനെ തോന്നിയിട്ടില്ല. അതെ, എനിക്കും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് അതാ. കാരണം ക്ലാസ്സിൽ പാഠം എടുത്തു കഴിഞ്ഞാല് പിന്നെ എല്ലാരും ഒന്ന് റിപ്പീറ്റ് പഠിപ്പിക്കും, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളത് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഓരോന്ന്, പക്ഷെ ഇതുവരെ ഒരു ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല. താങ്ക് യു മാം. ഓക്കെ, കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? മാമിന്റെ ക്ലാസ് സൂപ്പറാണ്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അന്നാന്ന് എടുക്കുന്ന അന്നാന്ന് തന്നെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, സമയം ടൈം നോക്കിയാൽ മതി. അപ്പൊ പഠിച്ചു പോകണ പിന്നെ അങ്ങനെ നമുക്ക് പ്രശ്നമില്ല. നല്ല ക്ലാസ്സാണ്. ഇതിപ്പോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഇത് അറിയണത് ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പണ്ടൊക്കെ സ്കൂൾ ടൈമിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമ്മൾ ഓരോ സെന്റൻസ് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇത് ഇന്ന പ്രൊണൗൺ ആണ് അല്ലെങ്കിൽ ഇന്നതാണ്, എവിടെയൊക്കെ ചേർക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ, വെരി താങ്ക് യു മാം. ഓക്കെ. ഹലോ മാം, മാമിന്റെ ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. സാധാരണ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, നമുക്ക് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ മാമിന്റെ ക്ലാസ് അങ്ങനെയല്ല. മാമിന്റെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റഡ് തന്നെയാണ് ക്ലാസ്സിൽ ഇരിക്കാനും മനസ്സിലാകാനും. ഈ പറഞ്ഞ പോലെ തന്നെ മാം വീണ്ടും അത് പറയിപ്പിക്കുമ്പോൾ ഓരോരുത്തരെയും കൊണ്ട് പറയും, നമ്മളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാകാത്ത ഭാഗം ചിലപ്പോൾ ഒരാൾ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ വേറെ ആൾ പറയണ ആ രീതിക്ക് ആവുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും നല്ല അടിപൊളി ക്ലാസ് തന്നെയാണ് മാം. മാം ഗുഡ് മോർണിംഗ് മാം. ക്ലാസ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഇതുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു മനസ്സിലൊരു പറയല്, എന്ത് പറഞ്ഞാലും ഒന്ന് ചോദിച്ച് രണ്ടാമത് ചോദിക്കുമോ എന്നൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോഴേ ഒരു മനസ്സിൽ ഇപ്പൊ കുറച്ച് നല്ലൊരു ആക്റ്റീവ് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടൊക്കെ നല്ല ആക്റ്റീവ് ആവുന്നുണ്ട്. നല്ല ക്ലാസ് ആണ്, നല്ല ശരിക്കും മനസ്സിലാക്കി തരുന്നോണ്ട് നല്ല ഇതുണ്ട്. അതുപോലെ മാം നമ്മള് വാട്സപ്പ് ഗ്രൂപ്പില് ഒരു പീരീഡ് വെച്ചിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് എല്ലാവരുടെയും ചിലര് നല്ല പെർഫെക്റ്റ് ആണ്, ചിലർ എന്നെക്കൊത്ത ആൾക്കാരെല്ലാം നമ്മള് ഫുള്ള് ഫണ്ണി ആയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ട്, മാമിന്റെ ക്ലാസ് കേൾക്കുന്നതുകൊണ്ട് നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. നല്ല ക്ലാസ് ആണ് മാം. ഇവരെല്ലാരും പറഞ്ഞ പോലെ തന്നെ ഇത് റിപ്പീറ്റഡ്ലി നമ്മൾ ഒന്നും കൂടി എല്ലാവരും കൂടി പറയുമ്പം കറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലങ്ങ് പതിയുന്നുണ്ട്. പിന്നെ
കഴിഞ്ഞ ക്ലാസ് കുറച്ച് ഫാസ്റ്റ് ആയതുപോലെ തോന്നി മാം. പിന്നെ പക്ഷേ ഗ്രാമർ സെക്ഷൻ പൊതുവെ അങ്ങനെയാണ്. കുറച്ച് മാം അത് എത്ര നീട്ടിയെടുക്കുന്നോ അത്രയും ഒരു ബോറിംഗ് ആവും സംഭവം. അപ്പം സ്പീഡിൽ എടുത്തിട്ടാണെങ്കിലും ഓരോരുത്തരും അത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അത് ക്ലിയർ ആയിട്ടും മനസ്സിലായി പോകുന്നുണ്ട്. മാം ക്ലാസ് ഒക്കെ സൂപ്പറാണ്, കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്, ഇച്ചിരി സ്ലോ ആയിട്ട് എടുക്കുവാണെങ്കിൽ ചിലവർക്കത് മനസ്സിലാവും, ചിലവർക്കത് മനസ്സിലാകാതെ വരും. ക്ലാസ് ഒക്കെ കുഴപ്പമില്ല, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാം. പണ്ട് നമുക്ക് ഗ്രാമർ എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമല്ലായിരുന്നു, പക്ഷെ അത് ഇത്ര ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു മാം. മിസ്സേ ക്ലാസ് ഒക്കെ സൂപ്പർ ആവുന്നുണ്ട്. പിന്നെ ആദ്യം ഇംഗ്ലീഷ് കേൾക്കുന്നില്ല കേട്ടോ. പറയുമ്പോ എല്ലാവർക്കും അയ്യോ എന്നൊരിതാണ്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ എല്ലാവർക്കും നല്ല ഹാപ്പിയാണ്, നല്ല ഇൻട്രസ്റ്റ് ആണ്. ഹലോ മിസ്സേ കേൾക്കാമോ? കുറച്ച് കേട്ടു. ഗുഡ് മോർണിംഗ് മാം. ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മിസ്സിന്റെ ക്ലാസ് നല്ലതാണ്. ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറെ ഒരു ഗ്യാപ്പ് ഒക്കെ വരണം. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ കേൾക്കുമ്പോ ആദ്യം മുതൽ ഒന്നും കൂടെ പഠിക്കുന്ന ഒരു ഫീലാണ്. അപ്പോ വളരെ ഹെൽപ്ഫുൾ ആണ്. ആദ്യം മുതൽ ഓരോ കാര്യങ്ങളും പിന്നെ പഠിക്കാം. നല്ല ക്ലാസ് ആണ്, പറയണൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മിസ് പറയണത് ഇടയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോ അവര് പറയണ കൂടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരാറില്ല. മനസ്സിലാക്കി ആ ക്ലാസ് കഴിയുമ്പോ തന്നെ നമുക്ക് ഒരുമാതിരിക്ക് മനസ്സിലാകും. പിന്നെ അതൊന്നും കൂടി ആ നോട്ടൊക്കെ ഒന്ന് നോക്കി എക്സാംസ് ഒക്കെ ഒന്ന് നോക്കി കഴിയുമ്പോ നല്ല ക്ലിയർ ആകുന്നുണ്ട്. നല്ല ക്ലാസ് ആണ്. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് മിസ്. ഞാൻ മിസ് ഇത്ര ഗ്രാമർ കൊണ്ട് ഒരു കാര്യമില്ല, പക്ഷെ ഇപ്പൊ മിസ് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി. ഗുഡ് മോർണിംഗ് മിസ്. ഞാൻ ലിൻഷിയാണ്. എനിക്ക് ഒരു അഭിപ്രായമുള്ളത്, ഓരോ ക്ലാസ് കഴിയുമ്പോഴും എക്സസൈസ് തരുവാണെങ്കിൽ നമുക്ക് എത്രത്തോളം അത് മനസ്സിലായി എന്നുള്ളൊരു കാര്യം വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. എക്സസൈസ് തരുവാണെങ്കിൽ പിറ്റേ ദിവസം അതിന്റെ ആൻസേഴ്സ് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആണോ, ഏതൊക്കെ കറക്റ്റ് ആണോ, ഏതൊക്കെ ശരിയാണെന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റും. എവിടെ തെറ്റിയെന്ന് മനസ്സിലാകാൻ പറ്റും. അതെനിക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോ പറഞ്ഞ കുറച്ച് സജഷൻസ് എക്സസൈസും പിന്നെ സ്പീഡുമാണ് അല്ലെ. ഓക്കെ, എക്സസൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ പ്രൊണൗൺസില് ഒരുപാട് എക്സസൈസ് ഒന്നും ഇങ്ങനെ ചെയ്യിക്കാറില്ല. So now it's going fine. Yeah. Okay. അപ്പോ എക്സസൈസ് എപ്പോ എടുക്കുന്ന പോർഷൻസിലൊന്നും എക്സസൈസ് ചെയ്യിക്കാറില്ല. കാരണം അത് നമുക്ക് ഗ്രാമറിൽ പറയുകയാണെങ്കിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാല് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോ ഭയങ്കര ചെറിയൊരു പോർഷൻ ആണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. ഗ്രാമറെ സംബന്ധിച്ചിടത്തോളം അത്രയും വളരെ ചെറിയൊരു പോർഷൻ ആണ്. അപ്പോ ഇത് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോവുക എന്ന് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ഇതെല്ലാം പഠിക്കാൻ എളുപ്പമാണ്. കീവേഡ്സ് വെച്ചിട്ട് പഠിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടത്, പഠിക്കാൻ പറയുന്നത് പഠിച്ചേ പറ്റും. അല്ലാതെ എനിക്ക് അത് നമ്മള് മനസ്സിലാക്കി വെക്കും എന്ന് പറയേണ്ടത് പറ്റില്ല. കാരണം പഠിക്കണം. കീവേഡ്സ് പഠിച്ചാലേ ഈ പറയുന്ന പ്രൊണൗൺസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ഷുവർ ആണ്. എക്സസൈസ് ചെയ്യിക്കാൻ ഇപ്പോ നമ്മൾ നിലവിൽ പഠിച്ച കാര്യത്തിന് എക്സസൈസ് ചെയ്യിക്കാൻ ഒന്നും തന്നെ ഇല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മോക്ക് ടെസ്റ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ പ്രൊണൗൺ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് വരും. ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ്, ഇത് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാ എന്നുള്ളത്. ഇതിൽ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലാതെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോ നൗൺസ് എടുത്ത ടൈമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു അല്ലെ. അപ്പൊ നിങ്ങൾ ഞാൻ ആൻസർ പറയുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അതൊക്കെ ആൻസർ അറിയാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സസൈസ് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയാം.
മോക്ക് ടെസ്റ്റ് കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ആണ് നിൽക്കട്ടെ. ഇനി അങ്ങോട്ട് എടുക്കുന്ന ചാപ്റ്റേഴ്സിൽ ഇതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിലും എക്സസൈസ് ഞാൻ ചെയ്യിക്കാറുണ്ട്. കാരണം അത് എക്സസൈസ് ചെയ്താലേ പഠിക്കാൻ പറ്റും. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ടെൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ടെൻസ് ആണെങ്കിലും അല്ലാതെ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഡയറക്ട് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെല്ലാനും എക്സസൈസ് ചെയ്താണ് നമ്മൾ പഠിക്കുക. അല്ലാതെ ഞാനിപ്പോ പറയുമ്പോൾ മനസ്സിലാക്കി വെക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യാം. അതിന്റെ കൂടെ ഞാൻ എക്സസൈസ് തരുമ്പോൾ അതുകൂടെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മൊത്തത്തിലൊരു ക്ലാരിഫൈ ചെയ്യുക, ക്ലിയർ ആകുക. അപ്പൊ എക്സസൈസ് ഞാൻ ചെയ്യിക്കാറുണ്ട് കേട്ടോ. ഇപ്പോ ഈ ചാപ്റ്ററിൽ ചെയ്യിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ സ്പീഡിന്റെ കാര്യം, കഴിഞ്ഞ ക്ലാസ് കുറച്ച് സ്പീഡായിരുന്നു. ഞാൻ പറഞ്ഞു അത് കീവേഡ്സ് വെച്ച് പഠിക്കേണ്ടതാണ്. അതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് രണ്ട് പ്രോണൗൺ ആണ്, റിഫ്ലെക്സീവും എംഫാറ്റിക്കും. അതല്ലാതെ ബാക്കി എല്ലാ പ്രോണൗണും കീവേഡ്സ് വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഏതൊരു സെന്റൻസ് വന്നാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള സന്തോഷമായെന്ന് വെച്ചാല് ഒരുപാട് പേര് സംസാരിച്ചു. ഒരുപാട് പേര് ഇതുവരെയും എന്നോട് സംസാരിക്കാത്ത കുറച്ചു പേരെങ്കിലും എന്നോട് സംസാരിച്ചു. അത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ കംഫർട്ടബിൾ ആയി എന്നാണ് അതിനൊന്നും എനിക്ക് മനസ്സിലായത്. ക്ലാസ് ഓക്കെയാണ്, ഞാനവർക്ക് ഓക്കെയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സംസാരിക്കില്ല, ഷുവറാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് ഇതുവരെയും എന്നോട് മിണ്ടാത്തവരും പോലും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്. അപ്പൊ എല്ലാവരും മുന്നോട്ട് വരാം കേട്ടോ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നമ്മളിപ്പോ പഠിക്കുന്നത് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെയധികം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. അതുകൊണ്ട് ഇപ്പോ തോന്നുന്ന മടക്കും ആ ഒരു മടിയും ബോറിങ്ങും ഒന്നും കാര്യമാക്കണ്ട. മാക്സിമം ബോറടിപ്പിക്കാതെയാണ് പഠിപ്പിക്കുന്നത്. കാരണം എനിക്കറിയാം ഗ്രാമർ ഭയങ്കര ബോറിംഗ് ആണ്. നമ്മൾ ഇതുവരെയും ഗ്രാമർ പഠിച്ചതിൽ ബോറടിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇവൻ ഞാൻ പോലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് പേടിയായിരുന്നു. അപ്പൊ ഞാൻ അതൊരു വാശിയായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് പിന്നെ പഠിക്കണം എന്നൊരു വാശിയായിരുന്നു. അങ്ങനെ പഠിച്ചു. സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും ബുദ്ധിമുട്ട് ടഫായിട്ട് പേടിച്ചിരുന്ന ഞാൻ ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ എല്ലാവർക്കും പഠിക്കാം എന്ന് എനിക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് എത്രത്തോളം ബോറടിപ്പിക്കാതെ പഠിപ്പിക്കാൻ പറ്റുമോ അത് മാത്രമേ ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഗ്രാമർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് ഷുവർ ആണ്. മാക്സിമം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാം. എന്ത് ഡൗട്ട്സ് ആണെന്ന് ചോദിക്കാം. ഇതുപോലെ സജഷൻസ് ആണെങ്കിലും എന്നോട് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഞാൻ നിങ്ങളെ കൂടെ ക്ലാസ് എടുപ്പിക്കുന്നത് നിങ്ങളും ടീച്ചേഴ്സ് ആണ് അല്ലേ? ടീച്ചേഴ്സിന് വേണ്ട ഒരു കഴിവ് എന്താണ്? നന്നായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കണം. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടാവണം. നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒരുപാടുണ്ട് അല്ലെ, ക്വാളിഫിക്കേഷൻസ് ഒരുപാട് ഉണ്ടാകാം. പക്ഷെ ഈ സ്കിൽ എന്ന് പറയുന്ന സാധനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ ഓരോ തവണ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾ ഓരോ പ്രാവശ്യം ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് കോഴ്സിന്റെ അവസാനം നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞതും കോഴ്സ് ലാസ്റ്റ് ആകുമ്പോഴും ഞാൻ ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ പറയുന്നതും രണ്ടും എന്തുകൊണ്ട് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സജഷൻസ് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നെഗറ്റീവ്സ് ആണെങ്കിലും എന്താണെങ്കിലും എന്നോട് ഓപ്പണായിട്ട് തന്നെ പറയാവുന്നതാണ് കേട്ടോ. പിന്നെ മറ്റു ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു. മറ്റു ടീച്ചേഴ്സ് എന്തോ അല്ല, നമ്മളിപ്പോ എക്സാം നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യുമ്പോ എല്ലാം ഇംഗ്ലീഷിലാണല്ലോ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെയല്ലേ ഇംഗ്ലീഷിലല്ലേ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾക്കത് ഇങ്ങനെയല്ല വാക്കുകൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾക്കത് ആൻസർ കിട്ടില്ലല്ലോ. ഇനിയിപ്പോ സപ്പോസ് മനസ്സിലായില്ലെന്ന് വിചാരിക്കൂ. ഒരുപാട് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാനും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും വേണ്ടി നിങ്ങളെ കുറിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു വിലയിരുത്തലിന് വേണ്ടി മാത്രമാണ് മോക്ക് ടെസ്റ്റ് തരുന്നത്. അത് നിങ്ങൾക്ക് വളരെ ഉപകാരമാണ് കേട്ടോ.
അപ്പൊ എക്സാം വരുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എക്സാം വരാം, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോ നോക്കാം കേട്ടോ. ഓക്കെ. പിന്നെ മറ്റേ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു. അവർക്ക് ചിലപ്പോൾ പോർഷൻസ് കംപ്ലീറ്റ് ആക്കണമല്ലോ അല്ലെ? അവർക്കും അവരുടേതായ ഒരു കാൽക്കുലേഷൻസ് ഉണ്ടാകും, ഇത്ര ടൈമിൽ പോർഷൻസ് തീർക്കണം എന്നുള്ളത്. അതുകൊണ്ട് അവരോടും നിങ്ങൾ മാക്സിമം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെ അവരോട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. പിന്നെ എല്ലാവരും ഞാൻ മാമിന്റെ ക്ലാസ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ആവുന്നുണ്ട് നമ്മള്. കാരണം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നമ്മുടെ ഗ്രൂപ്പില് ഓരോ ദിവസം ഓരോ ടോപ്പിക് വെച്ചിട്ട് എല്ലാവരും, ആദ്യമൊക്കെ 1-2 പേരാണ് സംസാരിച്ചിരുന്നത്. ഇപ്പൊ എല്ലാവരും സംസാരിക്കും. ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, അവരെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് മുന്നേ ഈ മോണ്ടിസോറി ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെ ഓരോ ടോപ്പിക് വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരു 2-3 മിനിറ്റ് പ്യുവർ ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാമിന്റെ ക്ലാസ്സിലുള്ളൊരു മോട്ടിവേഷൻ കൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് നിങ്ങളുടെ ഇടയിൽ പല പല പ്രശ്നങ്ങളും എപ്പോഴെങ്കിലും വന്നേക്കാം. നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തേ പറ്റും അല്ലെ? എപ്പോഴും എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. പക്ഷെ വന്നേക്കാം. വന്നാലും അത് നിങ്ങൾ തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞ് എന്ത് പ്രശ്നമാണെങ്കിലും സോൾവ് ചെയ്യണം. ഓക്കെ. എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത മുതല് നിങ്ങളിപ്പോ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക അവസാനം വരെയും. അവസാനം എന്നല്ല, ഇത് ഇനി അങ്ങോട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്തേ പോവാം കേട്ടോ. എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറഞ്ഞ തീരാവുന്ന വിഷയങ്ങളെ നമുക്ക് എല്ലാവരുടെ ഇടയിൽ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ചിന്തിക്കായോ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ സ്ഥിതി പറയുന്നത് നിങ്ങൾ ചിന്തിക്കാം. ഒരുപാട് ക്ലാസ് എടുത്ത എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ കേട്ട എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം. ഓക്കെ. ഇനിയിപ്പോ വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ പ്രയർ തോട്ട് ഓഫ് ദി സ്റ്റാൻഡിങ് നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് പോകുമ്പോ എല്ലാവരും ചിലപ്പോൾ ഒരാൾ തന്നെ ചെയ്യാം, മറ്റുള്ളവർക്ക് മടി വരാം, പല പല കാര്യങ്ങൾ ഉണ്ടാകാം. മനുഷ്യന്മാരാണ്, വരും. എല്ലാവരും ഒരേപോലെ ആകണമെന്നില്ല. മനസ്സിലായോ? നമ്മൾ ചിന്തിക്കുന്നതും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. അപ്പൊ മടി വരാം, ചിലപ്പോൾ ബോറടിക്കാം. അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല, നീ പറയും എന്നൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ പൊതുവെ എല്ലാ ക്ലാസ്സിലും കണ്ടുവരുന്നുണ്ട്. സോ ഇവിടെ അത് ഉണ്ടാവാതിരിക്കണം. അതുകൊണ്ട് ഹലോ, ചോദിച്ചോളൂ. പക്ഷെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഇവിടെ എന്തോ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ കേൾക്കാമോ? നമ്മൾ ഈ ഗ്രൂപ്പില് 10-62 പേരൊക്കെ ഉണ്ടെങ്കിലും ആകെ ചുരുങ്ങിയ ഇതിലുള്ള ആൾക്കാർ മാത്രമേ, ഇപ്പൊ ഒരു 20 പേരെങ്കിലും ഉണ്ടാകും ആക്റ്റീവായിട്ടുള്ള. കുറച്ച് പേരൊക്കെ ഉള്ളൂ മെസ്സേജ് അയക്കുന്നത്, എന്തിനെങ്കിലുമൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആയാലും ഏതായാലും കുറച്ച് പേരെ ആക്റ്റീവായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഒരു റെസ്പോൺസില്ല, ഒരു ഹായ് എന്നൊരു മെസ്സേജോ അങ്ങനെ ഒന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ആക്റ്റീവായിട്ട് ഉള്ളവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ കുഴപ്പമുണ്ടോ മിസ്സേ? ഒരിക്കലുമില്ല. നമുക്ക് ഓരോരുത്തർ ഇഷ്ടമല്ലേ, അവർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് അറിയിക്കുകയാണെങ്കിൽ അവരെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ പറയാ നിങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ആവട്ടെ, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അറിയിക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവർ വരാം, ആക്റ്റീവ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, ബാക്കി എല്ലാവരും ഇഷ്ടമാണ്. ഇത്രയും പേരുണ്ടെങ്കിൽ ആകെ ഒരു ഉള്ളൂ ആക്റ്റീവ്, വേറെ ഒരു മെസ്സേജും ഒന്നുമില്ല. നമുക്ക് എല്ലാ ക്ലാസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവര് ചിലപ്പോ എന്താണ് ഒരു പയ്യെ ഹലോ മിസ്. ലാവണ്യ പറയൂ. എന്റെ മിസ്സിന് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഞാൻ അഖിലിന്റെ വൈഫാണ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. ഞാൻ ഗ്രൂപ്പില് ആക്റ്റീവ് അല്ല, ബിക്കോസ് മിസ്സിന് അറിയാലോ എനിക്കൊരു ബേബി ഉണ്ട്, 1 വയസ്സായിട്ടുള്ള. അപ്പോ ഒട്ടും ആക്റ്റീവ് അല്ല ഗ്രൂപ്പില്. പക്ഷെ ഞാൻ ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് ഗ്രൂപ്പിൽ കയറിയതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആക്ടിവിറ്റീസ് വരുമ്പോഴല്ല, ഞാൻ കൂടുതൽ റെക്കോർഡഡ് ക്ലാസ് ആണ് കേൾക്കാറ്. ഈ ആക്ടിവിറ്റി ഒക്കെ വരുമ്പോ അതിലറിയാൻ വേണ്ടിയാണ് കൂടുതലും കയറിയത്. ആക്റ്റീവ് അല്ലാത്തത് ഇതുകൊണ്ടാണെന്നാണ് പറയാൻ
ഒരു മെസ്സേജ് പോലും ഞാൻ ആ ഗ്രൂപ്പിൽ അയച്ചിട്ടില്ല. പിന്നെ മെയിൻ ആയിട്ടും ഞാൻ അവിടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വൈഫ് ആയതുകൊണ്ട് ഇനി ഞാൻ എല്ലാവരോടും മിങ്കിളായി ഒരു അത് വേറൊരു ഇതാവണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരോടും ഞാനത് പറഞ്ഞിട്ടില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വൈഫാണെന്ന്. ഇപ്പോഴാണ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യണത്. മിസ്സുമാരോട് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ക്ലാസ്സിലുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു ഞാൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോ എല്ലാവരുടെ ഇഷ്യൂസ് ഉണ്ടാകാം. സോ അത് അവർക്ക് വിട്ടുകൊടുത്തോളൂ കേട്ടോ. എന്താ പറയാ, എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാവരും, അല്ലെ? അപ്പൊ നിങ്ങൾ ആക്റ്റീവായ ഒരു ഗ്രൂപ്പില് മെയിൻ ചെയ്യാം. ഓക്കെ, ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യണം, ഇപ്പോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പ്രയർ 12 ഒക്കെയാണ്. അത് ഞാൻ പറഞ്ഞു എല്ലാവരും ചിലപ്പോ വില്ലിങ് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നവർ ചെയ്യാം, ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കാരണം കിട്ടുന്ന ചാൻസ് ആണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. എപ്പോഴും കിട്ടണമെന്നില്ല. അത് എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. സ്പെസിഫൈ ചെയ്ത് ഒരാളോട് പറയണമെന്നൊന്നുമില്ല, എല്ലാവരോടും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന എന്ത് ചാൻസ് ആണെങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് പ്രയർ ആണെങ്കിലും തൊട്ടഫ്രി ആണെങ്കിലും സൈലന്റ് ആണെങ്കിലും എല്ലാവരും ചെയ്യണം. എല്ലാവരും. ഈ ആർക്കെങ്കിലും മടി തോന്നി ഓക്കെ, അവരെ ഫോഴ്സ് ചെയ്യണ്ട. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കാം, ഫോഴ്സ് ചെയ്യണ്ട. ഇപ്പൊ ഒരാൾ തന്നെ കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ്ലി തന്നെ ചെയ്യുക. അതിൽ പരാതിയും പരിഭവവും നമുക്ക് പറയണ്ട കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്ന്? ക്ലിയർ ആയോ? അപ്പൊ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ എങ്ങനെയാണോ അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. എന്താണെങ്കിലും എന്ത് ഇഷ്യൂ ആണെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് അതിന് ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് അതിന് ചോദിക്കാം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണെങ്കിലും അത് ഇവിടെ പറയുന്നല്ല കേട്ടോ. ലൈഫിൽ ഏറ്റവും നമുക്ക് വേണ്ട ഒരു കാര്യം അത് തന്നെയാണ്, അല്ലെ? നമുക്ക് ആരോടെങ്കിലും നമ്മള് മനുഷ്യന്മാരാണല്ലോ, എന്ത് തോന്നാം പറയാം. എന്താണെങ്കിലും നമുക്ക് നേരിട്ട് ചോദിക്കുന്നതാണ്, നേരിട്ട് പറയുന്നതാണ് ഏറ്റവും നല്ലത്. വളഞ്ഞ വഴിക്ക് പോകാതെ നേരായ വഴിക്ക് പോകുന്ന ഏറ്റവും മെച്ചം. ഓക്കെ, ഇത് എൻ്റെ ഒരു ജസ്റ്റ് ചെറിയൊരു അഡ്വൈസ് ആയിട്ട് ഞാൻ കാണാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇത് പറയണം തോന്നി ഞാനത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ ഇഷ്യൂസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുകയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റ് റെക്കോർഡ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യില്ല. ക്ലിയർ ആയില്ല. നമ്മൾ ചെയ്യുന്ന അസൈൻമെന്റ് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്. എന്താണ് സബ്മിറ്റ് ചെയ്യണോ സിമെന്റ് ആണോ ചോദിക്കുന്നത്? വോയിസ് ക്ലിയർ ആയതല്ലോ. നമ്മൾ ചെയ്യുന്ന അസൈൻമെന്റുകളെല്ലാം സബ്മിറ്റ് ചെയ്യും. അതുപോലെ ഈ നോട്ട്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ചെയ്യുന്ന നോട്ടുകൾ. ടീച്ചേഴ്സ് എന്താണോ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത് അത് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇപ്പം ചെയ്യുന്ന നോട്ട്സ് ഒന്നും വേണ്ടി വരില്ല. ഓക്കെ, താങ്ക് യു. ഈ അസൈൻമെന്റ് കോഡ് അതെ ആരൊക്കെയാ പറയുന്നത്? എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. ഈ അസൈൻമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് എത്ര ബുക്ക് വേണം, എങ്ങനത്തെ ബുക്കാണ് അതൊന്ന് പറയാമോ? അത് അസൈൻമെന്റ് നമുക്ക് ആ ടീച്ചർ ആരാണോ അസൈൻമെന്റ് നിങ്ങൾക്ക് തന്നതെന്ന് വെച്ചാൽ അവരോട് ചോദിക്കാനാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഓക്കെ, അവർ കറക്റ്റ് ആയിട്ട് പറയും. ജിഷമിസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ബുക്സും റെക്കോർഡ് ബുക്സ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് വാങ്ങേണ്ടത് അതൊക്കെ അവർ പറയും. ചോദിക്കാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ജിഷമിസിനോട് പറയുന്നില്ലെങ്കിൽ ഹലോ, ഞാൻ ജിഷ മാമിനോട് നോർമൽ നോട്ട്ബുക്ക് തന്നെ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ മാമിനോട് പറയാം, മിസ്സിനോട് പറയാം. മിസ് അതിനെ കുറിച്ച് ഇൻഫർമേഷൻ തരും. പറയണോ? നമ്പർ തന്നിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇംഗ്ലീഷിന് വേണ്ടി വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇംഗ്ലീഷിന്റെ അസൈൻമെന്റ് ഞാനല്ലോ പറയുന്നത്, അതും ടീച്ചേഴ്സ് പറയും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാക്സിമം അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അവിടെ തന്നെ നിങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞ് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ, എന്താണെങ്കിലും. ഓക്കെ, അപ്പൊ ഇതേപോലെ എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോവാം. പേജ് നമ്പർ 27 ഒരു എക്സസൈസ് ഇല്ല, അത് നമ്മൾ ചെയ്യാനുള്ളതാ. പേജ് നമ്പർ 20 നൗണിന് ശേഷമുള്ള എക്സസൈസ് അല്ലേ? ചെയ്യണമെങ്കിൽ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് ചോദിക്കാം എക്സാമിന്. നിങ്ങൾ ഇതൊക്കെ ഇടും. ഇപ്പൊ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഡൗട്ട്സ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ അറ്റൻഡ് ചെയ്യും. അപ്പൊ ഇത്രയും പ്രൊണൗൺസ് ഓക്കെ ആണോ? എല്ലാവരും കീവേഡ്സ് ഒക്കെ പഠിച്ചോ? എല്ലാം അറിയാലോ? കീവേഡ്സ് എല്ലാം അറിയാലോ? എന്നിട്ട് പറയണോ ഞാൻ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഒരു പ്രൊണൗൺ മാത്രം പറഞ്ഞിട്ടില്ല അല്ലെ, റിലേറ്റീവ് പ്രൊണൗൺ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റിലേറ്റീവ് പ്രൊണൗൺ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരുന്നു. ഒരു സെന്റൻസിനെയും മറ്റൊരു സെന്റൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊണൗണിനെയാണ് നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. The cake dash I bought yesterday. The cake dash I bought yesterday. ഫിൽ ചെയ്യണം അല്ലെ? ഫിൽ ചെയ്യേണ്ടത് എന്താണ്? റിലേറ്റീവ് പ്രൊണൗൺ ആണ്. ഏതായിരിക്കും അറിയാം നിങ്ങൾക്ക്? വിച്ച് ആണോ മാം? വിച്ച് യൂസ് ചെയ്യാം. റിലേറ്റീവ് പ്രൊണൗൺസ് എന്ന് പറയുന്നത് ഏകദേശം ഏതൊക്കെയാണ്? വിച്ച് നമുക്ക് യൂസ് ചെയ്യാം. വിച്ച്, ദാറ്റ്, who, whose and where. Where യൂസ് ചെയ്യാം. where യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. Which, that, who, whom, whose, where. For the cake dash I bought yesterday എന്ന് പറയുന്നത് അവിടെ നമുക്ക് യൂസ് ചെയ്യാം. എന്താ യൂസ് ചെയ്യണ്ടേ? എവിടെ നിന്നാണ് കേക്ക് വാങ്ങിച്ചത്? ഓക്കെ, അവിടെ നിൽക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. The girl dash I helped yesterday. The girl who helped. Who അല്ലേ മിസ്? Who ആയിരിക്കാം, whom ആയിരിക്കാം, whose ആയിരിക്കാം. Who. whose ആണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് വിച്ച്, ദാറ്റ്. ഈ വിച്ചും ദാറ്റും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു വസ്തുവോ ഒരു ആനിമലോ ആണെങ്കിലാണ് കേട്ടോ. സബ്ജക്ട് ഇപ്പോ തന്നിരിക്കുന്ന സെന്റൻസിൽ സബ്ജക്ട് ഏതാണെന്ന് നോക്കാം. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ സബ്ജക്റ്റോ ആനിമലോ തിങ്സോ എന്തോ ആണെങ്കിൽ അവിടെ വിച്ച് അല്ലെങ്കിൽ നമ്മൾ ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. വേറെ ഒരു പ്രൊണൗൺ നമ്മളവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. ഇനി ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ നമുക്ക്
who, whom, whose. ഇതിൽ മൂന്ന് ഏതെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചെയ്യേണ്ടത് സെന്റൻസിന് മീനിങ് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ഏത് പ്രോണൗൺ ആണ് അവിടെ ആഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഇവിടെ the girl dash I helped yesterday എന്ന് പറഞ്ഞു. ആ സെന്റൻസിന് മീനിങ് അറിയോ? ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്ത പെൺകുട്ടി. ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്ത പെൺകുട്ടി. ഓക്കെ. അപ്പൊ ഇതില് ഹൂ അല്ലെങ്കിൽ ഹൂം അല്ലെങ്കിൽ ഹൂസ് ആണ് വരേണ്ടത്. ഇതിൽ ഏത് വരാൻ പറ്റും? ഏതായിരിക്കും? ഹൂം. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന്റെ മീനിങ് ഇതിന് മീനിങ് പറയാം. സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിന്റെ മീനിങ് നോക്കാം. ഇന്നലെ ഹെൽപ്പ് ചെയ്ത, ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്ത പെൺകുട്ടി, ഇതാണ് അതിന്റെ മീനിങ് വരാം. അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ ദ ഗേൾ. ദ ഗേൾ ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്ത പെൺകുട്ടിയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും നോക്കാം. ആ സെന്റൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും നോക്കാം. ആൻസർ ആയിട്ട് വരേണ്ടത് ആ ഗേൾ ആയിരിക്കണം. ഗേൾ ആൻസർ ആയി വരുന്ന എന്ത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കാൻ പറ്റാ? Who is the help the girl yesterday? മലയാളം പറയും. എഴുതി കാണാം. പെൺകുട്ടിക്ക് ആൻസർ വരണം. ആരാണ് നിന്നെ ഇന്നലെ ഹെൽപ്പ് ചെയ്തതെന്ന്? ആരാണ് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ ആൻസർ പെൺകുട്ടി എന്ന് വരില്ലല്ലോ. ആരെയാണ് ഹെൽപ്പ് ചെയ്തത്? ആരെയാണ് ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കാം. അല്ലെ, നീ ആരെയാണ് ഹെൽപ്പ് ചെയ്തത്? ആരെ എന്ന് മീനിങ് ഉള്ള ഏതാണ്? ഏത് റിലേറ്റീവിലാണോ ഉള്ളത്? ഹൂം. അപ്പൊ ഹൂ ആര്, അതിന് മീനിങ് എഴുതി വെക്കൂ. ഹൂ ആര്, ഹൂം ആരെ, ഹൂസ് ആരുടെ. ഹൂ ആര്, ഹൂം ആരെ, ഹൂസ് ആരുടെ. അപ്പൊ the girl dash helped yesterday. ഇന്നലെ ഹെൽപ്പ് ചെയ്ത ആരെയാണ് എന്ന് ചോദിച്ചാൽ പെൺകുട്ടി the girl എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യണ്ടേ? ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ്. This is the woman. This is the woman who dash husband is a doctor. This is the woman dash husband is a doctor. Whose. പറയൂ, ആൻസർ പറയൂ. എല്ലാവരും പറയൂ കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും നോക്കാം. Whose ആണ്? Whose husband is a doctor. ആരുടെ ഹസ്ബൻഡ് ആണ് ഡോക്ടർ എന്നാ ചോദിക്കുക അല്ലെ? അപ്പൊ whose husband is a doctor. Clear? ഞാൻ ടെക്സ്റ്റിലൊക്കെ നോക്കിയത് നിങ്ങള്. ടെക്സ്റ്റില് the girl
dash helped me is your sister. എന്താണ് വരാൻ? Who? ആൻസർ എന്താ ഓൾറെഡി who ആണ്. ഓക്കെ, അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെ ആഡ് ചെയ്യണമെന്ന് മനസ്സിലായോ? ക്ലിയർ? അപ്പോ ഇതിന്റെ ആൻസർ എപ്പോഴും ഒരു ഹ്യൂമൻ ബീയിങ്ങോ അനിമൽസോ തിങ്സോ പ്ലേസോ ആകാം. ഇനിയിപ്പോ പ്ലേസ് ആണ് ചോദിക്കുന്നെങ്കിൽ അവിടെ വേറെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോ വരുന്ന ആൻസർ അല്ലെങ്കിൽ ഒരു നൗൺ ആയിരിക്കും, എന്തായാലും ഒരു നൗൺ ആയിരിക്കും. ഓക്കെ, അപ്പോ വിച്ച്, ദാറ്റ്, ഹൂസ്, whom, who, where. ഓക്കെ, ക്ലിയർ? അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം. ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. എക്സസൈസ് ക്വസ്റ്റ്യൻ പറയും. ആനിമൽസ് വെച്ചിട്ടുള്ള ഒന്ന് എക്സസൈസ് ചെയ്യുമോ? പറയാൻ പോവാണ് കേട്ടോ. ടെക്സ്റ്റ് ചെയ്യാവേ. ആദ്യം ക്വസ്റ്റ്യൻ ചെയ്താ അതിനുശേഷം ലാസ്റ്റ് മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടേ, നോക്കി എഴുതണം കേട്ടോ. Dash study. ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ. ലാസ്റ്റ് ആൻസർ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ അവിടെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടേ, മെസ്സേജ് നോക്കാം. The girl Dash is studying is my sister. The man Dash is talking to me is a doctor.
This is my father. This is my friend dash father is a soldier. The pen dash I bought yesterday. This is the house dash my son was born. Okay, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ മാം, കഴിഞ്ഞു. Okay. The first question, the train in dash we travel was a fast one. Answer എന്താ? Sorry, answer. which വിച്ച് ആണ്. കാരണം എന്താ, അതൊരു ട്രെയിൻ ആണ്. ട്രെയിൻ എന്ന് പറയുമ്പോൾ തിങ് ആണ്, വസ്തുവാണ്. നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് വരുന്നത് ചിലപ്പോ വിച്ച്, ഹൂ, ഹൂസ്, ഹൂ എന്നായിരിക്കും. ഈ 4 ഓപ്ഷൻസ് തരും. ഈ 4 ഓപ്ഷൻസിൽ ഏതാണോ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് തോന്നുന്നത് അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ വിച്ച് മാത്രമേ ഓപ്ഷനിൽ വിച്ച് മാത്രം തന്നിട്ടുള്ളെങ്കിൽ വിച്ച് എഴുതാം. ഇനി ഓപ്ഷനിൽ ദാറ്റ്സ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ദാറ്റ് ആൻസർ എഴുതാം. ഓക്കെ, അപ്പൊ തിങ്സ് വരികയാണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. വിച്ചും ദാറ്റും ഒരുമിച്ച് ഓപ്ഷൻസിൽ വരില്ല. ഓക്കെ, നെക്സ്റ്റ് ഷീ ഈസ് ദ ഗേൾ ദാറ്റ് ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. ഹോം. Whom ആണ് കേട്ടോ. Yeah, so she is the girl whom I helped yesterday. Next up, the girl dash is studying is my sister. Who. ഏതാണ്? WHO ആണ് ഉദ്ദേശിക്കുന്നത്. Study is my sister. പഠിക്കുന്ന സിസ്റ്റർ ആരാണ് അല്ലേ? ആരാണ്? Who ആണ് വരാ. The girl who is studying is my sister. Who ആണ് കേട്ടോ. WHO who. Next, the man dash is talking to me is a doctor. Who. ആരാണ് സംസാരിക്കുന്നത് അല്ലെ? Who ആണ്. The man who is talking to me is a doctor. Next, this is my friend dash father is a soldier. Whose. Yeah, ആരുടെ father ആണ് soldier? ആരുടെ? Whose ആണ് വരാം. Correct. Next, the pen dash I bought yesterday. That. Yeah, that. We show that. We can use we show that. The pen that I bought yesterday. Correct. Next, this is the house dash my son was born. Where. ഏതാണ് ആൻസർ? ഏതാണ്? Where. Where ആണ്. എവിടെയാണ് മോൻ ജനിച്ചത് അല്ലേ? Where ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് റിലേറ്റീവ് പ്രോണൗൺ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എക്സസൈസ് ചെയ്യാം, ഒന്ന് റിവൈൻഡ് ചെയ്യാം. അതുകൊണ്ട് നന്നായിട്ട് ആ ചാപ്റ്റർ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് വരാം, റിവിഷൻ ചെയ്യാം കേട്ടോ. നാളെ ചോദിക്കും. ആണോ വരുന്നതെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷൻസിലോ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആയിരിക്കും ഉണ്ടാവുക. കുഴപ്പമില്ലേ? ഓക്കെ. മാം ടെക്സ്റ്റിൽ ഡെഫിനിറ്റ് ക്ലോസ് നോൺ ഡെഫിനിറ്റ് ക്ലോസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, എന്തോ ടെക്സ്റ്റില് കേട്ടില്ല. ഡിഫൈനിങ് ക്ലോസ് ആൻഡ് നോൺ ഡിഫൈനിങ് ക്ലോസ്. ക്ലോസ് ആണ്.
നോക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ പഠിക്കാം. നമുക്ക് പല രീതിയിലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, പല രീതിയിലും പഠിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത് ഓക്കെ ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ? റിലേറ്റീവ് പ്രണവ് മനസ്സിലായോ? ഇത് മനസ്സിലായി. അത് മതി. ക്ലോസ് ഒക്കെ പഠിക്കുന്നുണ്ട്, ക്ലോസ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കാം കേട്ടോ. ഓരോ ചാപ്റ്റർ തന്നെയുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ടെക്സ്റ്റിലുള്ള എല്ലാം പറയണമെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, സംശയമായിരിക്കും. നമുക്ക് എത്രയോ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റോ അതേപോലെ പഠിക്കാനാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ക്ലോസിനെ കുറിച്ചാണെങ്കിൽ ക്ലോസ് നമ്മൾ ഒരു ചാപ്റ്റർ ഫുള്ള് പഠിക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാം നോക്കിയിട്ട് വരും കേട്ടോ. സൈൻ ഔട്ട് പറയും, നമുക്ക് കഴിഞ്ഞിട്ട് ചെയ്യാം. സൈൻ ഔട്ട് പറയും. ഗുഡ് ആഫ്റ്റർനൂൺ മിസ് ആൻഡ് ഓൾ മൈ ഫ്രണ്ട്സ്. ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത അശ്വതി മാമിനും ക്ലാസ് റൂമിലുള്ള ബാക്കി എല്ലാവർക്കും ഞാൻ സൈൻ ഔട്ട് ചെയ്യും. Okay, so thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, miss. Thank you, ma'am. Take care.